ഹലോ ഗേയ്സ്, ഇന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ മാളിലേക്ക് ഒന്ന് പോകാമെന്ന് കരുതി. ആദ്യം ഞങ്ങൾ ഫോറം മാളിലേക്ക് പോയി. ഫോറം മാളെത്തി പാർക്കിങ്ങിലേക്ക് പോവാണ്. നമ്മൾ പാർക്കിംഗ് കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. കുറേ നാളെ മാളിലേക്ക് പോകണമെന്ന് കരുതി. ഫോറം മാളിലേക്ക് ഫസ്റ്റ് ടൈമാണ്. കയറുമ്പം തന്നെ നല്ല ലൈറ്റൊക്കെ ആയിട്ട് സെറ്റപ്പാണ് കേട്ടോ. പാർക്കിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തോ 5th ഫ്ലോറിൽ എന്തോ ആണ് പാർക്കിംഗ്. നമ്മളിങ്ങനെ കറങ്ങി പോകണം. സത്യം പറഞ്ഞാൽ കുറേ നേരം കറങ്ങിയപ്പോഴത്തേക്കും തല കറങ്ങി. ഇങ്ങനെ മുകളിലെത്തി ഇതാണ് ഈ കാണുന്നത് കേട്ടോ. നല്ലൊരു ഇതല്ലേ, മുകളിൽ ഉള്ള വ്യൂ ആണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൻ്റെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിനുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എന്നെക്കൊണ്ട് കിച്ചോരൊന്ന് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ കിച്ചുവിനെ വിളിച്ചുകൊണ്ട് ഞാൻ പോയി വീഡിയോസ് എടുക്കാമെന്ന് ഒരുപാട് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വന്ന് വിളിച്ചുകൊണ്ട് പോയി. കയറിയപ്പം തന്നെ മാക്സ് കണ്ടായിരുന്നു. അവിടെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഷർട്ട് നോക്കിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ടീഷർട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ടീഷർട്ട് നോക്കി ഡ്രസ്സിങ് റൂമിൽ പോയപ്പോൾ നിറച്ച് ടോയ്സ് ഇരിക്കുന്നു. എനിക്ക് ടോയ്സിൽ അങ്ങനെ അപ്പോൾ വാങ്ങിക്കണം. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഡ്രസ്സ് എടുത്തു. പിന്നെ 1-2 ഡ്രസ്സ് കൂടി നോക്കി, ഓക്കെ ആയില്ല. ടീഷർട്ട് ഞങ്ങൾ 2-3 എടുത്തു. അങ്ങനെ അവിടെ നിന്ന് കിച്ചു ബില്ലെല്ലാം ചെയ്തു. ഞങ്ങൾ വെളിയിലേക്ക് പോയി പിന്നെ അവിടെ മിററിൽ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് കിറ്റെല്ലാം കൊണ്ടുവന്ന് കുറേ നേരം കാല് കഴിഞ്ഞ് അവിടെ ഇരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് നേരെ അവിടുത്തെ ആ ഒരു പിക്ചറെല്ലാം കണ്ടോ, അയലയുടെയൊക്കെ നല്ല രസമുണ്ടല്ലേ, അതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു. അപ്പം ഞാൻ താല്പര്യമില്ലാണ്ട് നടക്കുമായിരുന്നു. ഉച്ച പറഞ്ഞ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുത്തു. പിന്നെ എനിക്ക് നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു. തൽക്കാലം പാനിപ്പൂരി കഴിക്കാമെന്ന് കരുതി പാനിപ്പൂരി ഓർഡർ ചെയ്തു. അങ്ങനെ പാനിപ്പൂരി വാങ്ങിച്ചു. പക്ഷെ അവിടെ ആ ഒരു പിക്ചർ നോക്കിയിട്ട് എടുക്കേണ്ടതായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. പാനിപ്പൂരി ഓർഡർ ചെയ്തപ്പോഴത്തേക്കും അവർ തന്നത് മറ്റേ അകത്ത് മിക്സ്ചറിൻ്റെ ഫില്ലിംഗ് ഒന്നും ഇല്ലാണ്ട് എന്തോ ഒരു പച്ച കളറുള്ള എന്തോ ഒരു സാധനത്തിൻ്റെയൊക്കെ ഫില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എന്നാലും മറ്റേത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത്, ആ മിക്സ്ചറിൻ്റെ ഫില്ലിങ്ങിനുള്ള സംഭവം. പക്ഷേ അതില്ലായിരുന്നു. ആദ്യം വിഷമമായി. പിന്നെ കിട്ടിയതല്ലേ, കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു. കുറേ നാളായിട്ടോ പാനിപ്പൂരി കഴിക്കണമെന്ന് ആഗ്രഹം. നാട്ടിലെങ്ങും കഴിക്കാറില്ല. നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ട് കഴിക്കാറില്ല. പിന്നെ ഞങ്ങളതും കഴിച്ചുകൊണ്ട് നേരെ ഇറങ്ങി അവിടുന്ന് നേരെ പിന്നെ മെട്രോയിൽ കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കിച്ചു കയറിയിട്ടുണ്ട്, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഞങ്ങൾ തമ്മിലുള്ളൊരു വഴക്കിൻ്റെ പുറത്ത് കയറേണ്ടിയിരുന്ന കേട്ടോ. അങ്ങനെ നിർബന്ധിച്ച് എന്നെ മെട്രോയിൽ കയറ്റാനായിട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് ടിക്കറ്റും എടുത്തു. മെട്രോ വന്നു. ഞങ്ങൾ കയറി. ഫസ്റ്റ് ടൈമാണ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി കയറിയപ്പോൾ ഫുൾ ആളുകൾ. എന്നിട്ടും ഞാൻ വീഡിയോ എടുത്തു. എല്ലാവരും ഇറങ്ങിയപ്പോഴും 1-2 വീഡിയോസൊക്കെ എടുത്തു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് പോയി. അവിടെ നിന്നും ആദ്യം ചെന്നപ്പം മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ആദ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലായിടത്തും കയറാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ മോമോസ് കഴിച്ചു. ഞങ്ങൾ ഈ ഇടയ്ക്ക് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കഴിച്ചത് നല്ല രുചിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വലിയ എനിക്ക് തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നായിരുന്നു. അവിടുന്ന് കോമ്പോട ഐസ്ക്രീം, മാംഗോ ജെല്ലിയുടെയും വാനിലയുടെയും ഐസ്ക്രീം വാങ്ങിച്ചു. ഒരു പെപ്സിയും വാങ്ങിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന വഴി ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അത് 2 കഴിച്ചോളൂ. പിന്നെ വിശന്ന് ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ടാറ്റ.